നമസ്കാരം സർ. ഡൽഹി ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണമാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത്. ഇതിനെതിരെ സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എന്താണ് മറ്റു വിവരങ്ങൾ? മീര, നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ തീരെ അനഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് അവിടേക്ക് ഒരു റെസ്ക്യൂ സർവീസസിൻ്റെ ഭാഗമായിട്ടൊരു ടീം എത്തുകയും പോലീസ് എത്തുകയും പിന്നെ അവിടെ നടക്കുന്ന ഈ റെസ്ക്യൂ സർവീസ് അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ചാക്കുകെട്ടുകൾ കണ്ടു എന്നുമാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതെന്താണെന്ന് നോക്കുന്ന സമയത്ത് അത് പണമായിരുന്നുവെന്നും അങ്ങനെ കെട്ടി സൂക്ഷിച്ചിരുന്ന പണം എത്രയാണ് എന്ന് കൃത്യമായിട്ടുള്ള വിവരം പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും പല തരത്തിലാണ് അതിനെക്കുറിച്ചിട്ടുള്ള കണക്കുകൾ പ്രചരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് 10 കോടി രൂപയാണ് എന്ന് അവിടുത്തെ ബാർ അസോസിയേഷൻ പറയുന്നുണ്ട് എങ്കിൽ അത് 14 കോടി രൂപയാണ് എന്ന് പുറത്തുനിന്ന് ചില മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു തുക നിരവധി ചാക്കുകളിലായി കെട്ടി സ്റ്റാക്ക് ചെയ്ത് അവിടെ സൂക്ഷിച്ചിരുന്നു എന്ന രീതിയിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് 2 തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഒരു പേരന്റ് കോർട്ടായിട്ടുള്ള അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്നു. രണ്ടാമത് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനുമേൽ എന്താണ് ഉചിതമായിട്ടുള്ള തീരുമാനം എന്നത് സ്വീകരിക്കേണ്ടത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഉയർത്തുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ നാട്ടിൽ മുമ്പും ഈ ജഡ്ജിമാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ഇരുന്ന സമയം മുതൽ തന്നെ ഇത് വലിയ രീതിയിലേക്കുള്ള ചർച്ചകൾക്കൊക്കെ തന്നെ വഴിതെളിച്ചതാണ്. അപ്പോൾ 2 ഭാഗവും പറയുന്ന, ഗൊഗോയ്ക്ക് അനുകൂലമായിട്ടുള്ളതും എതിരായിട്ടുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരുമുണ്ട്. ആ 2 അഭിപ്രായങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. ഇതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആൾക്കാർ പരിശോധിക്കുക, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും അത് തൃപ്തിപ്പെടുത്തുക എന്നതിൻ്റെയൊക്കെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഏതൊരു പ്രശ്നവും വളരെ കൃത്യമായ രീതിയിലേക്ക് അന്വേഷിച്ച് ആ അന്വേഷണത്തിൻ്റെ ഫാക്റ്റുകളെ രേഖകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി അതിൽ ഉചിതമായിട്ടുള്ള നീതി നടപ്പാക്കുക എന്നുള്ളതാണ് ചെറിയ കോടതിയാണെങ്കിലും വലിയ കോടതിയാണെങ്കിലും അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അവർക്കെതിരെ ഉണ്ടാവുക, അതിൽ തന്നെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ലീനിയൻസ് ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങൾ ഉണ്ടാവുക, ഒപ്പം എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ ധനാഗമനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ട് ഈ പ്രൊഫഷനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപം ഉണ്ടാവുക, ഇതൊക്കെ തന്നെ നശിപ്പിക്കുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ സൽപ്പേരിനെയാണ്. അപ്പോൾ അത് മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നോ എന്ത് തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നോ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കോടതികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് താനും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഒരു കോടതി ജഡ്ജിന്, പ്രത്യേകിച്ച് ഡൽഹി ഹൈക്കോടതി പോലെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കേസുകൾ കേൾക്കുന്ന ഒരു കോടതി ജഡ്ജിന് വീട്ടിൽ പണം ഇങ്ങനെ ചാക്കിൽ കെട്ടി സൂക്ഷിക്കാൻ കഴിയുന്നത് എന്ന് ഇപ്പോൾ 2 രീതിയിലത്തേക്കുള്ള അഭിപ്രായം വരുന്നുണ്ട്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു അഭിപ്രായം അവരായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഈ ചാക്കുകെട്ടുകൾ എന്താണ് എന്നതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത് എന്നാണ്. എന്തായാലും പണം അവിടെ നിന്ന് കണ്ടെത്തി എന്ന കാര്യത്തിൽ നിലവിൽ തർക്കമൊന്നുമില്ല താനും. അപ്പോൾ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. 1990കളുടെ തുടക്കം മുതൽ അഭിഭാഷകനായിരുന്ന, കുഴപ്പമില്ലാത്ത കാലത്തോളം ഒരു ജഡ്ജായിട്ടുള്ള ഒരു റെക്കോർഡുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എക്സ്പേർട്ടായിട്ട് വിലയിരുത്തപ്പെടുന്നയാളാണ്. അതുകൂടാതെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട, ഇൻഡസ്ട്രിയൽ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട കുറേയധികം കേസുകളിൽ, അപ്പോൾ അതിലെല്ലാം കോർപ്പറേറ്റ് ലോ അങ്ങനെയുള്ള കുറേയധികം കേസുകളിൽ അദ്ദേഹം എക്സ്പേർട്ടായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ തർക്കമുണ്ടാവുക, ഒരു കോർപ്പറേറ്റ് ലോ സംബന്ധമായിട്ടുള്ള തർക്കമുണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കക്ഷി അദ്ദേഹത്തിനെ ബ്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അതായത് പണം വാങ്ങിയതിന് ശേഷം അദ്ദേഹം ആർക്കെങ്കിലും അനുകൂലമായിട്ട് ഏതെങ്കിലും ജഡ്ജ്മെൻറ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് കോടതികളുടെ വിശ്വാസ്യതയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല, അതായത് എൻഡ് ടു എൻഡ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ വേണം.
അത് സാധാരണക്കാരുടെയോ ഏതെങ്കിലും സർക്കാരിൻ്റെയോ സ്ഥാപനങ്ങളുടെയോ കാര്യത്തിൽ മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഫംഗ്ഷനിങ്ങിനെ തന്നെ മോശകരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വിവിധ കോടതികളുടെ അക്കൗണ്ടബിലിറ്റിയെ കൂടുതൽ സാരമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള നടപടി ഉണ്ടാവുകയും ചെയ്യണം. അല്ലാതെ അത് നമ്മൾ ഊഹാപോഹങ്ങൾക്ക് വിധേയമാക്കുന്ന രീതിയിലത്തേക്ക് ആയിക്കൂടാ. അതായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്ര പണമാണ്, എന്തുകൊണ്ടാണ് അതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് എങ്കിൽ എന്തിനാണ് അത് ഓർഡർ ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിലുള്ള സംശയം, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയണം. ഇനി അഥവാ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്തെങ്കിലും കാരണത്താൽ ഇതിൽ ഈ ജഡ്ജിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതെങ്ങനെ സാധൂകരിക്കപ്പെടും, അതെങ്ങനെ ന്യായീകരിക്കപ്പെടാൻ കഴിയുന്നതാണ് എന്നതിനെപ്പറ്റിയും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആൾ സുപ്രീം കോടതി CJI ആണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കഴിഞ്ഞ ദിവസം വന്നു. അതായത് കോടതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പോലും സുപ്രീം കോടതി പറയുന്നത് ഇദ്ദേഹത്തിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമായി യാതൊരു വിധത്തിലുള്ള കണക്ഷനുമില്ല എന്നാണ് പറയുന്നത്. അതായത് ഈവൻ അതർവൈസ് അദ്ദേഹത്തിനെ മാറ്റാനിരുന്നതാണ്, അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ ഫോളോ ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടല്ല അദ്ദേഹത്തിനെ മാറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം വളരെ അസാധാരണമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. സാധാരണ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള വിവിധ ആൾക്കാരുടെ 17 ബെഞ്ചുകൾ ഇവരെല്ലാവരുടെയും തന്നെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ കൃത്യം 10:30-നാണ്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അതിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ളയാളാണ്. പക്ഷേ ഈ 10:30-ന് രാവിലെ ഈ പ്രൊസീജിയറുകളൊക്കെ തുടങ്ങേണ്ടുന്ന സമയത്ത് പോലും ഒരൊറ്റ ബെഞ്ച് പോലും ഇന്നലെ ഫംഗ്ഷൻ ചെയ്തില്ല. പകരം അത് 15 മിനിറ്റ് ഡിലേഡ് ആയിട്ട് ആദ്യത്തെ സിറ്റിംഗ് ആരംഭിക്കുന്നത് രാവിലെ 10:45-നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ അദ്ദേഹം കേൾക്കുന്ന വാദം പോലും ആരംഭിക്കുന്നത് രാവിലെ 11:15-ഓടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി കൂടിയാലോചനകൾ നടത്തുകയും അദ്ദേഹം ഒരുപക്ഷെ സുപ്രീം കോടതിയിലുള്ള മറ്റ് ജഡ്ജിമാർക്ക് ഒരു ബ്രീഫിംഗ് നടത്തുകയും അതിനുശേഷം വളരെ സീനിയറായിട്ടുള്ള 4 ജഡ്ജിമാരുമായി ചേർന്ന് അദ്ദേഹം സെപ്പറേറ്റ് ഒരു മീറ്റിംഗ് നടത്തുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഇദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതിൻ്റെ ഗുരുതരാവസ്ഥയോ ഈ വിഷയവുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് ഡൽഹി ഹൈക്കോടതി എന്ന ഒരൊറ്റ കോടതിയുടെയോ യശ്വന്ത് വർമ്മ എന്ന ഒരൊറ്റ ജഡ്ജിൻ്റെയോ പ്രശ്നമായിട്ട് മാത്രമല്ല കാണേണ്ടത്, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള നീതി നിർവഹണ സംവിധാനം എത്രത്തോളം കുറ്റമറ്റ രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ ആർക്കെങ്കിലും ബ്രൈബ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണോ, ആണ് എങ്കിൽ അത് ആര് ചെയ്തു, എന്തിന് ചെയ്തു, എങ്കിൽ അദ്ദേഹം ആർക്കെങ്കിലും അനുകൂലമായിട്ട് വെർഡിക്റ്റ് ജഡ്ജി ഡെലിവർ ചെയ്തിട്ടുണ്ടാകുമല്ലോ, എങ്കിൽ അത് ഏതൊക്കെ വിധികളാണ്, അപ്പോൾ അതിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിനെ ബ്രൈബ് ചെയ്തിരിക്കുന്നത്, ആ കേസുകൾ പുനഃപരിശോധിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, ഒരു പക്ഷേ ഇത് സാധൂകരിക്കപ്പെടുകയാണ്, ഇദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും, അതിപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിലായിരിക്കണമെന്നില്ല, ആർബിട്രേഷനോ ലീഗൽ ലോയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയോ മാത്രമായിട്ടുള്ള കാര്യങ്ങളോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകളോ മാത്രമാവണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും ഒരുപക്ഷെ വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാമല്ലോ, വളരെ കോളിളക്കം സൃഷ്ടിച്ച കഫീൽ ഖാൻ കേസ് ഉൾപ്പെടെ ഉള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് യശ്വന്ത് വർമ്മയുടെ ബെഞ്ചാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആരോപണ വിധേയരായിട്ട് സുപ്രീം കോടതിയും നമ്മുടെ നാട്ടിലുള്ള മറ്റു കോടതികളും നിലനിൽക്കേണ്ടതുണ്ടോ? മറ്റുള്ള എല്ലാ ഇടങ്ങളിലുമുള്ള നീതി നിർവഹണ സംവിധാനത്തിൻ്റെ ട്രാൻസ്പെറൻസി ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ വേണ്ടുന്നതല്ലേ എന്നുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇത് ഉയർത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും, അത് സാധൂകരിക്കപ്പെടുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് ഇനി വരേണ്ടത്. നമുക്ക് പലപ്പോഴും അറിയാം, ഈ സുപ്രീം കോടതി ജഡ്ജിമാരോ മറ്റേതെങ്കിലും ജഡ്ജിമാരോ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് വിശദീകരിക്കേണ്ടുന്ന ബാധ്യത അവർക്കില്ല. അപ്പോൾ ഈ വിഷയത്തിൽ അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നമ്മുടെ മൊത്തത്തിലുള്ള നീതിബോധത്തിന് വിരുദ്ധമാണ് എങ്കിൽ അതിൻ്റെ നേരെ പ്രതിഷേധം ഉണ്ടാവുക, മാന്യമായ രീതിയിലത്തേക്കുള്ള പ്രതിഷേധം സുപ്രീം കോടതിയെ അറിയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം കോടതികൾ എല്ലായ്പ്പോഴും ആശ്രയിക്കുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്, ഒരു തത്വമുണ്ട്. അത് നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, നടപ്പാക്കി എന്ന് സമൂഹത്തിന് ബോധ്യമാവുക കൂടി വേണം എന്നാണ്. അപ്പോൾ അത് കോടതികൾക്ക് ജനങ്ങളോട് പറയാൻ മാത്രമല്ല, ജനങ്ങൾക്ക് തിരിച്ച് കോടതിയോടും അതുതന്നെയാണ് പറയാനുള്ളതെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.